വന്ദേ ഭാരത് എന്ന് പറഞ്ഞ റെയിൽ ഓപ്പറേഷൻ വന്നപ്പോൾ തന്നെ മറ്റ് പല ട്രെയിനുകളുടെയും സ്റ്റോപ്പുകളുടെ എണ്ണം കൂടി, വെയിറ്റിംഗ് ടൈം കൂടി, അവരുടെ സ്പീഡ് കുറയുന്നു. അതിൽ പാസഞ്ചേഴ്സിന് വലിയ ഇതെല്ലാം ബാലൻസ് ചെയ്യണമെങ്കിൽ ഈ വേദിയിലും കൂടുതൽ ആവശ്യങ്ങളാണ്. റെയിൽവേ സജ്ജമാണ്. ഇപ്പോൾ ഈ വർഷം 3042 കോടി കേരളത്തിന് വേണ്ടി മാത്രം നീക്കിവെച്ചെങ്കിൽ 10,000 കോടിയോ അതിൽ കൂടുതലോ തരാൻ തയ്യാറാണ്. ആവശ്യം ഭൂമി മാത്രമാണ്. നമുക്ക് വന്ദേ ഭാരത് പോലെയും അതുപോലെ എക്സ്പ്രസ് ട്രെയിൻസിന്റെയും സ്പീഡ് ഇനിയും വർദ്ധിപ്പിക്കാൻ സാധിക്കും. പക്ഷെ നമ്മുടെ ഇവിടുത്തെ വളവുകൾ മുഴുവൻ നിവർത്തിക്കൊണ്ട് ഒരു സീറോ കർവ് വേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു നോ കർവ് അല്ലെങ്കിൽ നോ ഡീപ്പ് കർവ് റെയിൽ ലൈൻസ് വരുന്നതിനുള്ള സ്ഥലം കണ്ടെത്തി തരണം. അതുവഴി റെയിൽ ഇപ്പൊ കിടക്കുന്ന ലൈൻ ഒഴിവാകുന്ന സ്ഥലത്തേക്ക് പകരം നമുക്ക് ആ ഭൂമി നൽകുന്ന തരത്തിൽ ഒരു ബാർട്ടർ സിസ്റ്റം പോലെയും നമുക്ക് ആലോചിക്കാവുന്നതാണ്. അത് അത്രയും വില കൊടുത്ത് വാങ്ങണമെന്നില്ല. അതുപോലെ തന്നെ റീലൊക്കേഷൻ ഓഫ് റെയിൽവേ സ്റ്റേഷൻസ്. കൊച്ചിയുടെ ജീവിത സാഹചര്യം, ഇവിടുത്തെ ആവാസ വ്യവസ്ഥിതിക്ക് കുറച്ചുകൂടി ഒരു ഈസിങ് വരണമെങ്കിൽ പൊന്നുരുന്നി എന്ന് പറയുന്നത് 110-117 ഏക്കർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ കൊച്ചിയുടെ അല്ല കേരളത്തിന്റെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ ഹബ്ബ് വരുമെങ്കിൽ ഞാൻ സ്വപ്നം കാണുന്നത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, MGR സെൻട്രൽ സ്റ്റേഷൻ ചെന്നൈ, അതിന് തുല്യമായ ബാക്കിയെല്ലാം പെരിഫറിയിലാണ്. പെരുമ്പോർ ആയാലും കാട്ട്പാടി ആയാലും എല്ലാം പെരിഫറിയിലാണ്. അപ്പോൾ ജനജീവിതം കൂടി, ജീവിതത്തിന്റെ സൗകര്യങ്ങളുടെ വർധനവിന് റെയിൽവേ എന്ന് പറയുന്നത് തടസ്സമായി നിൽക്കുന്ന ഒരു 5 പട്ടണങ്ങളെങ്കിലും കേരളത്തിലുണ്ട്. അപ്പൊ അതിന് ഒരു പ്രതി സംവിധാനം കാണും. ഇതെല്ലാം ഇപ്പോ ശ്രീ അബ്ദുറഹ്മാനുമായിട്ട് സംസാരിച്ചതിന് പ്രകാരം RRTSന്റെ കാര്യം ഞാൻ 2 ദിവസമായിട്ട് തൃശ്ശൂർ പറയുന്നത് അവർ DPRലേക്ക് പോവുകയാണ്. ഈ 10 ദിവസത്തിനുള്ളിൽ പാർലമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ആ ടീമുമായിട്ട് ഇരുന്ന് അതിന്റെ പ്രത്യേക സ്കെച്ച് വാങ്ങി റെയിൽവേയിലേക്ക്. ഞാൻ ടൂറിസത്തിന്റെയും പെട്രോളിയത്തിന്റെയും മന്ത്രിയാണെങ്കിലും റെയിൽവേക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചത്. അത് തൃശ്ശൂരേക്കുള്ള മെട്രോ അല്ല, ഞാൻ പറഞ്ഞിട്ടുള്ള കോയമ്പത്തൂർ വരെയുള്ള മെട്രോയുടെ എക്സ്റ്റൻഷനാണ്. അത് കൊച്ചി മെട്രോയുടെ ഫീസിബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. വരുമാനം ക്രമാതീതമായി ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാഭകരമായ സർവീസ് ആക്കുന്നതിന് നമുക്ക് ഇങ്ങനെ നമ്മളൊരു കമേഴ്ഷ്യൽ കോറിഡോറിനെ കുറിച്ച് പറയുകയാണ്. വാട്ട് ഇസ് എ കണക്ടിവിറ്റി? ഫ്ലൈറ്റ് കൊണ്ട് മാത്രം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ഏതാണ്ട് പകുതി ദൂരം അവിടം വരെ ഓടണ്ടേ ഫ്ലൈറ്റ്? അപ്പൊ കോയമ്പത്തൂർ വരെ ഇതുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പൊല്യൂഷൻ കൺട്രോൾ, എൻവയൺമെന്റ് കൺസേൺസ്, ഇതെല്ലാം നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. കൊച്ചി മെട്രോ കോയമ്പത്തൂർ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണോ അങ്ങനെ ഉദ്ദേശിക്കുന്നത്? അതിനൊരു ക്ലാരിറ്റിയാണ് അങ്ങനെ തന്നെയാണ് 2019 പറഞ്ഞത്. അത് പാലിയേക്കര എന്നേ പറഞ്ഞിട്ടുള്ളൂ. തൃശ്ശൂർക്കാർക്ക് വേണ്ടിയല്ല, കേരളത്തിന് ഒരു കമേഴ്ഷ്യൽ കോറിഡോർ എന്ന് പറയുന്നത് 2 കമേഴ്ഷ്യൽ സിറ്റീസ്, 2ൽ ഏതാ വലുതെന്ന് ഇപ്പോഴും പറയാനൊക്കത്തില്ല. ഇപ്പോഴും ഇവിടെ പരാമർശം നടത്തിയപ്പം മഹാരാഷ്ട്രയോളം കേരളത്തെ സംബന്ധിച്ച്, സൗത്തിനെ സംബന്ധിച്ച് മഹാരാഷ്ട്ര എന്ന് പറയുന്നത് ഭാരതത്തിന്റെ കമേഴ്ഷ്യൽ ക്യാപിറ്റൽ, കേരളത്തിന്റെ കമേഴ്ഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അത്രയും തന്നെ ഭീമാകാരനായ കൊച്ചിയാണ്. ആ കൊച്ചിക്ക് ഒരു വിസിബിലിറ്റി വരണമെങ്കിൽ 2 ട്വിൻ കമേഴ്ഷ്യൽ സിറ്റീസിന്റെ ഒരു കണക്ട് വളരെ അത്യാവശ്യം. അതെല്ലാ അർത്ഥത്തിലും അത് നമ്മളുടെ കുട്ടികളുടെ ഭാവിക്ക് ഒരുപാട് ഗുണകരമാവും. പുതിയ ഭാരതത്തിന്, പുതിയ കേരളത്തിന് ഒക്കെ അത് ഒരു വികസിത് ഭാരത് എന്ന് പറയുന്ന സങ്കല്പയാത്രയിൽ ഇതെല്ലാം ശീഘ്രം തന്നെ നമുക്ക് പരിഗണിക്കപ്പെടേണ്ട വിഷയങ്ങളാണ്. കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ ഇനി പ്രതീക്ഷിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഈ 2 ലൈൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഈ 600 ബോർഡർ കടന്നുള്ള ഡിസ്റ്റൻസ് കൂടെ ചേർത്ത് ഞാൻ പറയുകയാണ്, 700 കിലോമീറ്ററിന് 4 ലൈൻ എന്ന് പറയുന്നത് സാധ്യമാകുകയാണെങ്കിൽ ബാക്കി ഉറപ്പ് തന്നിരിക്കുന്നു. റെസ്റ്റ് ഡൺ. അതില്ലാതെ ഒരു എക്സ്ട്രാ ട്രെയിൻ ചോദിക്കാനൊക്കത്തില്ല, ഒരു എക്സ്ട്രാ സ്റ്റോപ്പ് ചോദിക്കാനൊക്കത്തില്ല. ഒരു ട്രെയിനിന് നിങ്ങൾ ഒരു സ്റ്റോപ്പ് വേണമെന്ന് പറയുമ്പോൾ അതിന്റെ 2 സ്റ്റേഷൻ മുമ്പോട്ടും പിറകോട്ടും ഡീറെയിൽഡ് ഓപ്പറേഷൻസ്, ട്രാഫിക്കിന്റെ സമനില തെറ്റിപ്പോകും. അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ മിനിഞ്ഞാന്ന് ഏതാണ്ട് 1/2 മണിക്കൂറാണ്
ഇവിടെ ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന്, സൗത്ത് അല്ല നോർത്തിൽ കിടന്നു, വന്ദേ ഭാരതും കടന്നുപോയി, മറ്റൊരു ട്രെയിനും കടന്നുപോയതിനു ശേഷം മാത്രം, അത് 2 സ്റ്റേഷൻ താണ്ടിയതിനു ശേഷം മാത്രമാണ് ചെന്നൈ മെയില് ഇവിടെ നിന്ന് എടുത്തത്. ഇനി കൂടുകയുള്ളൂ. അപ്പോൾ വന്ദേ ഭാരത് ഇത് തന്നെ സമയം കണ്ടെത്തിയിരിക്കുന്നതിനകത്ത് എനിക്ക് തോന്നുന്നു ഇപ്പൊ തിരുവനന്തപുരം വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ക്ലോക്ക് സെറ്റിംഗ് ആണ്. ഇത്ര മണിക്കൂറിനുള്ളിൽ ഒരു വന്ദേ ഭാരത് പോവുക, അവിടുന്ന് പുറപ്പെടുന്നത് അതേ സമയത്ത് വരിക എന്ന് പറയുന്ന ഒരു ക്രമീകരണമുണ്ട്. അത് തെറ്റിപ്പോകും. പക്ഷെ ഞാൻ ഇത്രയും ആഗ്രഹിക്കുന്നു, ഇതിന്റെ ടൈമിംഗ് ഇത്തിരി കൂടി അഡ്ജസ്റ്റ് ചെയ്ത് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വന്ദേ ഭാരത്തിൽ നിന്ന് ബാംഗ്ലൂർ കണക്ട് ചെയ്യാനുള്ള പാസഞ്ചർ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു ഹബ്ബ് ഇവിടെ സൗത്തിലുണ്ടാവും. അവർക്കൊരു ഈസി ട്രാൻസ്ഫർ, അത്രയും പേര് ഒരു കമ്പാർട്ട്മെന്റിൽ ഇരുത്തിയിട്ട് അവരെ കൊണ്ടുവന്ന് ട്രാൻസ്ഫർ ചെയ്ത് ബാംഗ്ലൂരിലേക്കുള്ള കണക്ടിവിറ്റി കൊടുക്കാൻ പറ്റുന്ന ടൈമിംഗ് വന്നാൽ കുറച്ചും കൂടി 8:40 അത് വരുന്നത്. അപ്പൊ ഇതൊരു 8:50 റെയിൽവേ മന്ത്രി അത് തീർച്ചയായിട്ടും ശക്തമായി അതിനുവേണ്ടുന്ന നടപടികളിലേക്ക് കടക്കുന്ന തരത്തിൽ നിർദ്ദേശങ്ങൾ നൽകാമെന്നാണ് ഇപ്പോൾ സ്റ്റേജിൽ വരുന്നത്. ഇത് നമ്മൾ അവരെ എൻത്യൂസ് ചെയ്യുക. ഇതും ഒരു മോദി ടെക്നിക്കാണ്. വന്ദേ ഭാരത് കൊടുത്ത് ഒരുപക്ഷെ ഇന്ന് നാഷണൽ ഹൈവേയിൽ ഇത്രയും വിപുലമായ ജോലികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് നമുക്ക് സൈക്കിളിൽ പോലും പോകാൻ പറ്റാത്ത തരത്തിൽ ശ്വാസം മുട്ടാണ്. ഇത് ഒരു ട്രെയിൻ യാത്ര എന്ന് പറയുന്ന ശീലത്തിലേക്ക് മലയാളിയെ വല്ലാണ്ടങ്ങ് ഭ്രമിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ശീലം തുടരട്ടെ. ആ ശീലം തുടരുമ്പോൾ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഗവൺമെന്റുകളുടെയും ഭരണ സമ്പ്രദായത്തിന്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചില്ലെങ്കിൽ അവിടെയാണ് നമുക്ക് ഒരുപക്ഷെ ഒരു അരാജകത്വം, ആവശ്യപ്പെടലിന്റെ ആധിക്യം കൊണ്ട് ഒരു അരാജകത്വം, ഒരു അൺട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുക. അതിന് പരിഹരിക്കാനായിട്ട് ഇത് മാത്രമേ നമ്മൾ ഒരു 4 ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു 50-100 വർഷത്തേക്ക് കേരളത്തിനത് മാറും. അപ്പോഴത്തേക്കും പുതിയ സംവിധാനങ്ങൾ വരും. തൃശ്ശൂർ വരെ ഇനി തൃശ്ശൂരെ ഇറങ്ങാൻ പറ്റും നിങ്ങൾക്ക്. തൃശ്ശൂർ വരെ തൃശ്ശൂർ ഈ ട്രെയിനിന് സ്വീകരണം എന്താ അവർ അറേഞ്ച് ചെയ്യുക. എനിക്ക് പ്രൈം മിനിസ്റ്ററുടെ നിർദ്ദേശം വന്നത് അദ്ദേഹം വേദിയിലെത്തുന്ന സമയത്ത് ട്രെയിൻ എപ്പോൾ ലോക്കാവുന്ന അതിന് മുമ്പ് ട്രെയിനിൽ കയറി സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് എത്തണമെന്ന് നിർദ്ദേശം തന്നതിന് പ്രകാരമാണ് ഞാൻ വേദി വിട്ട് ഗവർണറുടെ പെർമിഷൻ മേടിച്ച്, അല്ലെങ്കിൽ അത് പ്രോട്ടോകോൾ വയലേഷനാണ്, പെർമിഷൻ മേടിച്ച് നമ്മൾ യാത്ര ചെയ്യും. പറ്റിയാൽ കുട്ടികളുടെ അടുത്ത് ഇടയ്ക്കൊന്ന് പോയി സമ്മതിക്കണം. മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നവമിയിലേക്ക് തന്നെ തിരികെ വരുമ്പോൾ നവമി ഇന്നത്തെ സർവീസ്, ഉദ്ഘാടന സർവീസ് അത് ബംഗളൂരു വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നമുക്ക് നവമിയിലേക്ക് തന്നെ തിരികെ വരാം. നവമി, ഇന്നത്തെ ഉദ്ഘാടന സർവീസ് അത് ബംഗളൂരു വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ സംസാരിച്ചത് ഇന്നത്തെ സർവീസ് എന്തായാലും പ്രധാനമന്ത്രി അല്പസമയത്തിനുള്ളിൽ തന്നെ ഫ്ലാഗ് ഓഫ് ചെയ്യും. അതിനുശേഷം ഇന്നത്തെ സർവീസ് ബംഗളൂരു വരെ ഉണ്ടാകും. പക്ഷെ അതിൽ ക്ഷണിക്കപ്പെട്ട ആളുകൾ മാത്രമായിരിക്കും ഉണ്ടാകുക. ഔദ്യോഗികമായിട്ട്, അതായത് നാളെ എന്തായാലും ഇന്നത്തെ സർവീസ് നാളെ മുതലായിരിക്കും യാത്രക്കാർക്ക് വേണ്ടി ഇത് ടിക്കറ്റ് ബുക്ക് ചെയ്ത നിലയിലേക്ക് യാത്ര തുടങ്ങുക. എറണാകുളം ബംഗളൂരു എ സി ചെയർക്കാരന് 1500 രൂപയും AC ചെയർ കാറിന് എക്സിക്യൂട്ടീവ് ചെയർക്കാരന് 2400 രൂപയുമായിരിക്കും ചിലവ് വരിക. എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലേക്ക് എന്നാലും ഓപ്പൺ ആയിട്ടുണ്ടെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയുന്നത്. വലിയ സന്തോഷം തന്നെയാണ്. തീർച്ചയായിട്ടും